ഇക്ബാൽ അറക്കൽ, ഇക്കാര്യത്തിൽ കോടതി തള്ളിയ പരാതിയാണ്. ഈ പരാതിക്കാരി മേൽക്കോടതികളിലേക്ക് പിന്നീട് പോയിട്ടുണ്ടോ? പാലക്കാട് കോടതി വരെയുള്ള കോടതി നടപടികൾ, കഴിഞ്ഞ വർഷം ജൂലൈ വരെയുള്ള കോടതി നടപടികളുടെ വിവരങ്ങൾ, ആ ഉത്തരവിന്റെ പകർപ്പടക്കം നമുക്ക് സ്ക്രീനിൽ കാണിക്കാവുന്നതാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് കുറ്റക്കാരനല്ല എന്ന്. പിന്നീട് മേൽക്കോടതിയിലേക്ക് ഇവർ പോയിട്ടുണ്ടോ? അതോ ഇപ്പോൾ ഈ വിഷയം ബോംബ് വരും എന്ന് പറഞ്ഞതിന് ശേഷം പാർട്ടി അധ്യക്ഷന് പരാതി നൽകുകയാണോ യുവതി ചെയ്തത്? സുജയ, അതായത് നിലവിൽ മനസ്സിലാക്കുന്ന വിവരങ്ങൾ പ്രകാരം ആ പരാതിയിൽ, അതായത് ഇപ്പോൾ പാർട്ടി അധ്യക്ഷന് പോയിട്ടുള്ള പരാതിയിൽ മറ്റ് കോടതി നടപടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇല്ല. താൻ നിരവധി നേതാക്കളെ കണ്ട് ഇത്തരത്തിലുള്ള പരാതികൾ അറിയിച്ചിരുന്നു, അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുമെന്നുള്ളതാണ് കരുതിയത്. പക്ഷേ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായില്ല. അതുകൊണ്ടാണ് സംസ്ഥാന അധ്യക്ഷനായിട്ട് പുതുതായി ചുമതലയേറ്റ അങ്ങേ വന്ന് കാണുകയും ഇത്തരത്തിലുള്ളൊരു പരാതി അറിയിക്കുകയും ചെയ്യുന്നതാണ് ഈ പരാതിക്കാരി ഇമെയിലായിട്ട് അയച്ചിട്ടുള്ള പരാതിയിൽ പറയുകയും ചെയ്യുന്നത്. അതിനൊരു മറുപടി രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിൽ നിന്ന് ആ യുവതിക്ക് അല്ലെങ്കിൽ ആ പരാതിക്കാർക്ക് ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ മറുപടിയിൽ പറയുന്നത് അദ്ദേഹം ഇവിടെ ഇല്ല, ബാംഗ്ലൂരിലാണ്, അച്ഛൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം പുറത്താണ്, അദ്ദേഹം മടങ്ങി വന്നതിന് ശേഷം ഇക്കാര്യങ്ങൾ പരിഗണിക്കും, അല്ലെങ്കിൽ ഇക്കാര്യം അദ്ദേഹത്തെ അറിയിക്കാം എന്നുള്ള ഒരു മറുപടിയാണ് അവർക്ക് ലഭിക്കുകയും ചെയ്തത്. അതല്ലാതെ ആ പരാതിയിൽ മറ്റ് കോടതി നടപടികളൊന്നും പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുകയും ചെയ്തത്. 2024 ഇത്തരത്തിൽ കൃഷ്ണകുമാറിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി പാലക്കാട് കോടതിയിൽ നിന്ന് വരുന്നത്. പക്ഷേ ആ കോടതി വിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഈ പരാതിയിൽ സൂചിപ്പിക്കുകയോ പരാമർശിക്കുകയോ ചെയ്യുകയും ചെയ്തിട്ടില്ല. സുജയ, അതായത് ഇതിനകത്തെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ, പ്രോസിക്യൂഷന്റെ പരാതിയിൽ പറയുന്ന ഭാഗം, പാലക്കാട് അയ്യാപുരത്ത് വെച്ച് ഈ കംപ്ലൈനന്റിന്റെ അച്ഛന്റെ വീട്ടിൽ വെച്ച് ഒരു വസ്തുതർക്കത്തെക്കുറിച്ചുള്ള വൈരാഗ്യം മൂലം wrongfully restrained the de facto complainant and voluntarily caused hurt by striking her face with their hands and kicking her on the back. The accused are further alleged to have caused hurt by using a dangerous weapon, specifically a chair, to beat her. Consequently, the accused are charged with committing offences punishable under 341, 323, 324. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്രൈമിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്രൈമിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പീഡന പരാതി എന്ന് പറയുമ്പോൾ അതിൽ സ്വത്ത് തർക്കവും കൂടി കണക്റ്റഡ് ആണ്. കൗണ്ടർ കേസുകളുമുണ്ട്.